പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ലുല ഡാ സിൽവയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. മലപ്പുറത്തെ നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 48 പേരിൽ 46 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ്. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ നാളെ മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയവരുടെ അവസാന സംഘം ഇന്ന് മടങ്ങിയെത്തും. മലബാർ റിവർ ഫെസ്റ്റിവലിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകളുടെ പ്രീ ഇവന്റുകൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ലുല ഡാ സിൽവയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, രാജ്യരക്ഷ, ഊർജ്ജം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, കൃഷി, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും തലസ്ഥാന നഗരമായ ബ്രസീലിയയിലെ ചർച്ചകൾ. റിയോ ഡി ജനീറോയിലെ ചർച്ചകൾ തികച്ചും ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വിലയിരുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നാളെ നമീബിയയിലെത്തും. പ്രസിഡന്റ് നിതോംബോ നാന്തി ദാത്തോയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം വിൻഡ്ഹോക്ക് നഗരത്തിലെത്തുന്നത്. നരേന്ദ്രമോദിയുടെ ആദ്യ നമീബിയൻ സന്ദർശനമാണിത്. ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനാവശ്യമായ നടപടികൾ ചർച്ച ചെയ്യും. ഇന്നലെ ബ്രിക്സ് രാജ്യങ്ങളുടെ പരിസ്ഥിതി ആഗോള ഫോറത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഗ്രഹങ്ങളും മനുഷ്യാരോഗ്യവും പരസ്പര ബന്ധിതമാണെന്നും പ്രകൃതിയെ ബഹുമാനിക്കുന്ന രീതി തലമുറകളായി ഇന്ത്യൻ പാരമ്പര്യത്തിലുണ്ടെന്നും വിശദീകരിച്ചു. കാലാവസ്ഥയോടും ചുറ്റുപാടുകളോടും നീതി പുലർത്തേണ്ടത് കർത്തവ്യമായാണ് ഭാരതീയർ കാണുന്നത്. അടുത്ത വർഷം ബ്രിക്സിന്റെ അധ്യക്ഷസ്ഥാനമേൽക്കുമ്പോൾ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ നേരിടാനാവശ്യമായ സജ്ജത കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ത്യയുടെ പ്രവർത്തനമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലൈഫ് മിഷൻ, ഏക് പേഡ് മാം കെ നാം, രാജ്യാന്തര സൌരോർജ്ജ സഖ്യം, ഹരിത ഹൈഡ്രജൻ, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ഇന്ത്യയുടെ സംരംഭങ്ങൾ നരേന്ദ്രമോദി ഫോറത്തിൽ വിവരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ 5 ജില്ലകളിലായി 461 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ 252 പേരും പാലക്കാട് ജില്ലയിൽ 209 പേരുമാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇതിൽ 27 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം ജില്ലകളിലാണ് രോഗികൾ ചികിത്സയിൽ കഴിയുന്നതെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മലപ്പുറം കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്. മലപ്പുറത്തെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 48 പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ 46 നെഗറ്റീവാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ 23 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 23 പേർ കോഴിക്കോട്ടുമാണ്. ഹൈറിസ്ക് പട്ടികയിൽപ്പെട്ടവർ ക്വാറന്റീനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ജനങ്ങൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട 8706 വീടുകളിൽ പനിബാധിതരെ കണ്ടെത്താൻ സർവൈലൻസ് പൂർത്തിയാക്കി. നിപയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസുകൾ സൈബർ സെല്ലിന് കൈമാറുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. മാറിയ പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിലെ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ നാളെ മുതൽ കൈറ്റ് വിക്ടേഴ്സിൽ സംപ്രേഷണം തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കുട്ടികൾക്ക് അധിക പിന്തുണ എന്ന തരത്തിലാണ് ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. കോഴിക്കോട്ട് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെ ശില്പശാലയിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യമേഖലയുടെ തകർച്ചയുൾപ്പെടെ വിഷയങ്ങളിൽ കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലാതല സമരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശാവർക്കർമാരുടേതുൾപ്പെടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിച്ച് ജനമനസ്സുകളിൽ ഇടം നേടുകയാണ് യുഡിഎഫിന്റെ ലക്ഷ്യമെന്ന് സംഗമത്തിൽ കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ആരോഗ്യമേഖലയെപ്പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ സംഘടിത ശ്രമം നടക്കുന്നുണ്ടെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കോഴിക്കോട്ട് പറഞ്ഞു. ആശുപത്രികൾക്കെതിരായ യുഡിഎഫ് സമരം ജനങ്ങൾക്കെതിരെയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി ചികിത്സാ മേഖല വികസിപ്പിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. ഫറോക്ക് ഇഎസ്ഐ റഫറൽ ആശുപത്രിയിലെ ചികിത്സാ സൌകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് അറിയിച്ചു. ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് യാത്രയായ ഹാജിമാരുടെ അവസാന സംഘം ഇന്ന് മടങ്ങിയെത്തും. ഒരു സംഘം പുലർച്ചെ 4:55 തിരികെയെത്തി. കൊച്ചിൻ എംബാർക്കേഷനിലെ അവസാന വിമാനം വ്യാഴാഴ്ചയും കണ്ണൂരിലേത് വെള്ളിയാഴ്ചയുമാണ്. അടുത്ത വർഷത്തെ ഹജ്ജിന് ഓൺലൈൻ വഴി അപേക്ഷാ സമർപ്പണം ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണം എന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്നത്തെ പണിമുടക്ക്. സമരം ഒഴിവാക്കാൻ ഇന്നലെ ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിൽ ബസ്സുടമകളുമായി നടത്തിയ ചർച്ച
ചർച്ചയിൽ പരിഹാരമായില്ല. യാത്രാക്ലേശം പരിഹരിക്കാൻ കെഎസ്ആർടിസി ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കർണാടക തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട കോന്നിയിൽ പാറയിടിഞ്ഞ് വീണ് അതിഥി തൊഴിലാളി മരിച്ച ക്വാറിയുടെ പ്രവർത്തനം ജില്ലാ ഭരണകൂടം തടഞ്ഞു. ചെങ്കളത്തെ ക്വാറി ഇൻഡസ്ട്രീസ് എന്ന പാറമടയുടെ പ്രവർത്തനമാണ് തടഞ്ഞത്. ക്വാറിയിൽ പാറക്കഷണങ്ങൾ അപകടകരമായി ഇളകി വീഴുന്നതിനാൽ രക്ഷാപ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒഴികെ മറ്റാരും ക്വാറിയിൽ പ്രവേശിക്കുന്നതും നിരോധിച്ചു. എക്സ്കവേറ്ററിൽ കുടുങ്ങിയ ഓപ്പറേറ്റർ അജീർ റായ് എന്നയാൾക്കായി രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. എക്സ്കവേറ്ററിലെ സഹായി മഹാദേവ പ്രധാന എന്ന തൊഴിലാളിയാണ് ഇന്നലെ ഉച്ചയോടെ പാറയിടിഞ്ഞ് വീണ് മരിച്ചത്. പാറമടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ദുഃഖമറിയിച്ചു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ലേബർ കമ്മീഷണറെ മന്ത്രി ചുമതലപ്പെടുത്തി. ദേശീയപാത 66-ൽ മലപ്പുറം ജില്ലയിലെ യൂണിവേഴ്സിറ്റി, കോഹനൂർ, വെളിമുക്ക് എന്നിവിടങ്ങളിൽ മേൽനടപ്പാത നിർമ്മിക്കാൻ തത്വത്തിൽ ധാരണയായി. ദേശീയപാത കടന്നുപോകുന്ന പ്രദേശങ്ങളിലെ എംപിമാർ, എംഎൽഎമാർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി കൊച്ചി പ്രോജക്ട് ഡയറക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. ദേശീയപാതയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയാൻ നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിനെ മികവിന്റെ കേന്ദ്രമാക്കി ഉയർത്താൻ നടപടികൾക്ക് തുടക്കമായി. സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗവേഷണമടക്കം മേഖലകൾക്ക് മുന്തിയ പരിഗണന നൽകാൻ തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. സഹകരണ വകുപ്പ് മന്ത്രിയുമായും കിഫ്ബി സിഇഒയുമായും സ്പീക്കർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കേപ്പിന് കീഴിലെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സമഗ്ര വികസനത്തിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് കേപ്പ് അധികൃതരെ ചുമതലപ്പെടുത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ആധുനിക ലോജിസ്റ്റിക്സ് സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്ലേസ്മെന്റ് ഉറപ്പാക്കും. സമഗ്രമായ സ്റ്റാർട്ടപ്പ് പിന്തുണയിലൂടെ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി വളർത്തിയെടുക്കുന്നതിനുള്ള കേന്ദ്രമാക്കി കോളേജിനെ മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. പശ്ചാത്തല വികസനം ഉൾപ്പെടെ 50 കോടി രൂപയുടെ പ്രപ്പോസൽ കിഫ്ബി സഹായത്തോടെ നടപ്പാക്കാനും തീരുമാനിച്ചു. വിംബിൾഡൺ ടെന്നീസിൽ ലോക ഒന്നാം നമ്പർ ജാനിക് സിന്നർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. കളിയിൽ മുന്നിട്ടുനിന്ന ഗ്രിഗർ ദിമിത്രോവിന് അപ്രതീക്ഷിതമായി ഏറ്റ പരിക്കിനെ തുടർന്നാണ് സിന്നർ ക്വാർട്ടറിലെത്തിയത്. പരിക്കേറ്റ ദിമിത്രോവ് മത്സരത്തിൽ നിന്ന് പിൻവാങ്ങി. ഇംഗ്ലണ്ടിനെതിരായ യൂത്ത് അണ്ടർ 19 ഏകദിന ക്രിക്കറ്റിലെ 5ാം മത്സരത്തിൽ ഇന്നലെ പരാജയപ്പെട്ടെങ്കിലും പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. നേരത്തെ 3 മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു. ഈ മാസം 12 മുതൽ 2 ടെസ്റ്റ് മത്സരങ്ങളിലും ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഈ മാസം 24-ന് ആരംഭിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പഞ്ചായത്തുകൾ സംഘടിപ്പിക്കുന്ന പ്രീ ഇവന്റുകൾക്ക് തുഷാരഗിരിയിൽ മഴ നടത്തത്തോടെ ഇന്ന് തുടക്കമാകും. അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമാണ് മലബാർ റിവർ ഫെസ്റ്റിവൽ. മഴ നടത്തത്തിന് പുറമെ മഡ് ഫുട്ബോൾ, മഴയാത്ര, കബഡി, ബാഡ്മിന്റൺ, വടംവലി, സൈക്ലിംഗ്, കാളപൂട്ട് തുടങ്ങിയ ആകർഷകമായ പരിപാടികൾ ഫെസ്റ്റിവലിന് മുന്നോടിയായി സംഘടിപ്പിക്കും. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മെത്രാപ്പൊലീത്ത മാർ അപ്രേമിന്റെ കബറടക്കം മറ്റന്നാൾ ഉച്ചയ്ക്ക് തൃശൂർ മാർത്തമറിയം വലിയ പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിൽ നടത്തും. ഭൌതിക ശരീരം ഇന്നും നാളെയും വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. നിലമ്പൂർ വനം ഡിവിഷനുകളിൽ കാലവർഷത്തിൽ തകർന്നതും കേടുപാട് സംഭവിച്ചതുമായ ഫെൻസിംഗുകൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ വനംവകുപ്പ് മിഷൻ സോളാർ പദ്ധതി ആരംഭിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന ഫെൻസിംഗുകളാണ് നവീകരിക്കുന്നത്. ചാരവൃത്തിക്ക് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്ഥാനമൊഴിയണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. ടൂറിസം മന്ത്രിക്കും ഗവൺമെന്റിനും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്ന് കൃഷ്ണദാസ് കോഴിക്കോട്ട് പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ കാടുപിടിച്ച സ്വകാര്യ ഭൂമികൾ വെട്ടിത്തെളിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശിച്ചു. ഇതിനായി തദ്ദേശഭരണ, റവന്യൂ, ജലസേചന വകുപ്പുകളുടെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും യോഗം വിളിക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി ബ്രസീലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ലുല ഡ സിൽവയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. മലപ്പുറത്തെ നിപ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 48 പേരിൽ 46 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ്. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ നാളെ മുതൽ കയറ്റ് വിക്ടേഴ്സിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോയവരുടെ അവസാന സംഘം ഇന്ന് മടങ്ങിയെത്തും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.